വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ടൈം കിട്ടിയിട്ടുണ്ട്. വി ആർ ട്രാവലിംഗ് ടു കസാക്കിസ്ഥാൻ. ആൻഡ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇന്ന് മോർണിംഗ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നിങ്ങളെ ഇതുപോലെ കാണിക്കാമെന്ന്. ഇവിടെ ഫുള്ള് അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഡ്രസ്സും ബാക്കി ആക്സസറീസും. അവിടെ എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നല്ല ലോ ആണ്. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, എസ്പെഷ്യലി ഡീക്ലാത്ത് കൊണ്ടും അവിടെ ഇവിടെ നമുക്കൊക്കെ ഉള്ള പർച്ചേസിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ എമൗണ്ടും കാര്യങ്ങളും നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാൻ കേട്ടോ. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും 3 കൂടെയാണ് പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഷൂസ് കാണുന്നുണ്ടോ? ബൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ നമുക്ക് ഗ്ലൗസും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളോട് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് ഡെൽമ മോളിലാണ്. അവിടെ നിന്ന് ഡിക്കാത്തലോണിൽ തന്നെ നമ്മൾ ഗ്ലൗസും ബാക്കി സാധനങ്ങളും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന ടൈമിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20 വരെയൊക്കെ പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നോർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കോൾഡ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്ന -10 ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യേണ്ട ഓരോ ഗ്ലൗസും ഇത്ര -10 വരെ പോകുന്ന ടൈപ്പ് ഗ്ലൗസസ് ആണ് ഉള്ളത്. -10 വരെ പോകുന്ന ഗ്ലൗസ് ഉണ്ട്, -20 വരുന്നതിൻ്റെ റേറ്റും അതുപോലെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾഡ് ഫീൽ ചെയ്യില്ല. നമുക്ക് ഉള്ളിൽ തന്നെ വാം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാമർ പോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാം. പക്ഷെ അതും കുറച്ച് നേരം മാത്രമേ നമുക്ക് അതൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഗ്ലൗസസ് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നന്നായിട്ട് പറ്റും. ജാക്കറ്റ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് വാങ്ങിയത്. കാരണം റേറ്റും വ്യത്യാസമാണ്, ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ നല്ലത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. റേറ്റ് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ലത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. സോ നമ്മൾ 3 പേരുടെയും ജാക്കറ്റും കാര്യങ്ങളും നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിയത്. ആൻഡ് നമ്മുടെ ട്രാവൽസും അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. ബൂട്ട്സും സ്വെറ്റേഴ്സും ഇയർ മഫ്, ക്യാപ്പ് ഇതെല്ലാം മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. ആൻഡ് എസ്പെഷ്യലി തെർമൽസ് അതും നമ്മൾ കരുതിയിരിക്കണം. ആൻഡ് സെൻട്രൽ പോയിന്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഡ്രസ്സ് പ്ലാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇടാൻ വിചാരിക്കുന്നത്. പിന്നെ നേരെ നമ്മൾ ആർട്ട് സ്ട്രീറ്റും അവിടെയൊക്കെ ആദ്യത്തെ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കി ഇനി 2 ഡ്രസ്സ് നിങ്ങൾ കണ്ടു. ഇനി 2 ഡ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ സർപ്രൈസായിട്ട് അങ്ങ് ചെന്നിട്ട് കാണിക്കാം. കാരണം എനിക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പോൾ ഇനി ഡ്രസ്സിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. മറ്റേ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ വണ്ടിയിലിരുന്ന് ഇവിടെ നിന്ന് രാത്രി ഉറക്കമില്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇടും അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ആ മറ്റേ ഐഡിയ ഉള്ളത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് നമ്മൾ പറയാവേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള കാര്യം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ചിന്തിച്ച് തലവൊക്കെ ഞാൻ എന്തോരം കാര്യങ്ങൾ കിടക്കുന്നു. സോ ഇതാണ് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് സംഭവങ്ങളൊക്കെ ഇടപ്പോഴത്തേക്കും നമ്മളങ്ങ് സെറ്റാവും. മുടിയൊന്നും ഞാൻ ചീക്കിട്ടില്ല, ഒരുങ്ങിയിട്ടില്ല. വളരെ ഫ്രഷ് ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. പിന്നെ നമ്മൾ പാക്ക് ചെയ്യാൻ മറന്നുപോയി. ബാക്കി സാധനങ്ങൾ നമുക്കിനി പാക്ക് ചെയ്യാം. സോ എൻ്റെ കാര്യം ഓൾറെഡി സെറ്റാണ്. ഇനി ബാക്കിയുള്ള 2 ബോയ്സിൻ്റെ കാര്യമാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് വഴിയായി സെറ്റാക്കാം. പക്ഷെ നമുക്കിനി ആകെ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസമില്ലേ, അത്രയും ഉണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ സെറ്റാണ്. സോ ഹലോ, നമ്മുടെ ബാക്ക് ടു ഡ്രസ്സാണ്. സോ മുടി ഒന്ന് കെട്ടി വെക്കാം, എന്നിട്ട് പരിപാടിയിലോട്ട് കിടക്കാം. എങ്ങനെയുണ്ട്?
തുടങ്ങിയല്ലേ. പിന്നെ ഒരു 20 kg എക്സ്ട്രാ ഉണ്ട്. കാരണം നമ്മുടെ ഒരു ചിന്ത, അതായത് എൻ്റെ ഒരു ചിന്താഗതി വെച്ച് എനിക്ക് ഇവിടെയുള്ള എല്ലാം കൊണ്ടുപോകാനുള്ളൊരു തോന്നലുണ്ടാവുന്നു. അപ്പോൾ നമുക്ക് വെക്കാനുള്ള സ്ഥലമില്ലാണ്ടായ എന്ത് ചെയ്യും? ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയാൽ സ്ഥലമില്ല എന്നൊരു ചിന്ത വരെ ദൂരേക്കർ സ്ഥലവും കൊണ്ടാണ് പോകുന്നത്. വേണമെങ്കിൽ നമ്മൾ കസാക്കിസ്ഥാൻ തന്നെ അങ്ങ് വാങ്ങും, ഒരു സെൻറ്റ് അങ്ങ് വാങ്ങും, പിന്നല്ല. സോ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്യണം. 3 പേർക്ക് 3 ബാഗിലായിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു നിഗമനം. 3 ബാഗിലായിട്ട് കൊണ്ടുപോകുമ്പോൾ അവരവർക്ക് തന്നെ യൂസ് ആക്കാമല്ലോ. പിന്നെ അവിടെ നിന്നൊരു കൺഫ്യൂസൻ്റെ പാടില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാം. സോ ഇതാണ് തെർമൽസ്, മസ്റ്റ് ഹാവ് എന്നാണ് പറയുന്നത് എല്ലാവരും. ബിക്കോസ് ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ്. ഇന്നർവെയറാണ് ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഏത് കോൾഡ് കൺട്രിയിൽ പോവുകയാണെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് വെച്ചേക്കേണ്ട ഒരു സാധനം. ജസ്റ്റ് നോർമൽ ഗ്ലൗസാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ വാട്ടർ പ്രൂഫ് ഗ്ലൗസ് ഇടണം, അല്ലെങ്കിൽ നമ്മൾ തണുത്ത് വിറച്ച് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇഹാനോൻ്റെ ജാക്കറ്റാണേ. ഇത് എങ്ങനെയും ഇടാൻ പറ്റും, ഇങ്ങനെയും ഇടാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്ത് ടെഡൊക്കെ ഉണ്ട്. തിരിച്ച് ഇങ്ങനെ നമുക്ക് 2 in 1 ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഇടാൻ പറ്റും. ഇങ്ങനെ ഇടുമ്പോൾ ഇതൊരു സ്റ്റൈല്. പിന്നെ തിരിച്ച് ഇങ്ങനെ ഇടുമ്പോൾ ബ്രൗൺ, ഇങ്ങനത്തെ ലുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല രസമാണ് ഇത് കാണാൻ. So hello guys, we are going to which place we are going? സവാള ഒന്നുമല്ല. അയ്യോ മറന്നുപോയി ഞാൻ. ആൽമട്ടി. അപ്പൊ എന്നെ കാണാനില്ല. ടാറ്റാ, ബൈ ബൈ ഗൈസ്. Let's go, Mama. Let's go. Let's go. Bye bye. See you in Almaty. Okay, see you in Almaty. Bye bye.